മൂന്നാം സാമ്പത്തിക ശക്തി, അഞ്ചാം സാമ്പത്തിക ശക്തി, മൂന്നാം സൈനിക ശക്തി, 600 കോടി രൂപയുടെ യുദ്ധോപകരണം കയറ്റി വന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ അമൃതകാല പദ്ധതിയിലൂടെ 6 ലക്ഷം കോടിയിലേക്ക് ഉയർന്നു. സോളാർ പ്ലാന്റ് നിർമ്മാണത്തിൽ ലോകത്തിലെ 2ാം സ്ഥാനത്ത്, സമ്പദ് വ്യവസ്ഥയിൽ ഫ്രാൻസിനെയും ബ്രിട്ടനെയും പിന്തള്ളി, വാഹന വിപണിയിൽ 4ാം സ്ഥാനത്ത്, വൈദ്യുതി ഉൽപാദനത്തിൽ 3ാം സ്ഥാനത്ത്. ഞാൻ ആ പട്ടിക വായിക്കുന്നത് എന്റെ മുമ്പിലുള്ളത് ഭാരതത്തിന്റെ ഒരു ഭാഗത്തുള്ള നേട്ടം. അരുണേ, ഈ കർഷക മേഖലയിലൊക്കെ ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം. നിങ്ങൾ വലിയ ബഹളം കേരളത്തിൽ ഉണ്ടാക്കിയല്ലോ, അങ്ങ് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ അങ്ങ് ശരിയാക്കി കളയും, പഞ്ചാബിലും ഹരിയാനയിലും യുപിയിലും ഒക്കെ ഇതാ കർഷകർ ഞങ്ങളുടെ കൂടെ വന്നു. അരുൺ അറിയോ എൻ്റെ മുമ്പിലുള്ള ചിത്രം? എത്ര സീറ്റ് ഉണ്ടായിരുന്നു ഈ പാർട്ടിക്ക് യുപിയിലും ഈ പറയുന്ന കർഷക മേഖലകളിൽ? കെട്ടിവെച്ച കാശ് എത്ര സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ? 4 സംസ്ഥാനങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ അരുൺ അറിയോ ഈ കർഷക പാർട്ടിക്ക് കിട്ടിയത് 0.96 എന്ന് പറഞ്ഞാൽ 1% വോട്ടില്ല. 100 ആൾ വോട്ട് ചെയ്താൽ ഒരാൾ തികയില്ല അരുണേ. രാജസ്ഥാനിലെ ദുംഗാർഡ് ബാദ്രി എത്ര വോട്ടാ CPM ജയിച്ചെടുത്ത് ഇപ്പൊ കിട്ടിയത് നിങ്ങൾക്കറിയോ? ഇതൊക്കെ നമുക്ക് കേരളത്തിൽ വന്ന് പറയാൻ സുഖമാണ്. ഇതൊരു പക്ഷേ ഇത് പലരെയും പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ പോകുന്ന കരുത്താണ്. 38% അവരുടെ വോട്ടിംഗ് പെർസെന്റേജ്. നിങ്ങൾക്കുള്ളത് 37%. ഏത് കണക്കിൽ വെച്ച് നോക്കിയാലും ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തുല്യമായ, BJPക്ക് തുല്യമായ ഒരു വോട്ടിംഗ് പെർസെന്റേജ് ആണ് അവർ. CPM ഒറ്റയ്ക്ക് നിന്നാൽ BJPയോട് എതിരിടാൻ കഴിയില്ല, കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാലും എതിരിടാൻ കഴിയില്ല. BJP അതിനെയെല്ലാം മറികടന്ന് ഏറ്റവും വലിയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അതാണ് മോദി മാജിക്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ മുന്നിലുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ ചോദിച്ചു, ഡിമോണിറ്റൈസേഷൻ. നരേന്ദ്രമോദി എല്ലാം മനസ്സിലാക്കുന്ന വലിയ മാജിക്കുകാരനല്ലേ? എന്തുകൊണ്ടാണ് തുടക്കം ഡിമോണിറ്റൈസേഷൻ ആണെങ്കിൽ ഒടുക്കം എന്തുകൊണ്ട് ഇങ്ങനെയാകുമെന്ന് അറിയാതെ പോയി? എന്തുകൊണ്ടാണ് ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ പരാജയപ്പെടേണ്ടി വന്നത് നരേന്ദ്രമോദി സർക്കാരിന്? കർഷക ബില്ലുകൾ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നില്ലേ ഈ സർക്കാരിന്? അരുൺ ചോദിച്ചല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ത്യ മുന്നണി ആദ്യമായിട്ട് ഈ ഓജി തെരഞ്ഞെടുപ്പ് എവിടെയാണ് നടന്നത്? അങ്ങ് ത്രിപുരയിലല്ലേ? ത്രിപുരയിൽ 66% ഉണ്ടായിരുന്നു ബോക്സ നഗറിലെ മുസ്ലിം ജനസംഖ്യ. എന്തേ നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് മത്സരിച്ചപ്പോൾ എത്ര വോട്ടായിരുന്നു അവിടെ കിട്ടിയതൊന്ന് പറയുമോ നിങ്ങൾ? ബോക്സ നഗറിൽ ജയിച്ച കഴിഞ്ഞ മത്സരിച്ചെടുത്ത് 3909 വോട്ട്. എന്റെ മണ്ഡലങ്ങൾ ഞാൻ പറയണോ? കർണാടക തെരഞ്ഞെടുപ്പ് നടന്നു. കർണാടക തെരഞ്ഞെടുപ്പ് ഗോൾഡ് ഫീൽഡ്. ഞാൻ ചോദിച്ച, നേരത്തെ റഹീം ഉന്നയിച്ച, നേരത്തെ ശ്രീകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആക്ച്വൽ ടേംസിലുള്ള മാൽ ന്യൂട്രീഷന്റെ കണക്ക്, തൊഴിലില്ലായ്മയുടെ കണക്ക്, ഡിമോണിറ്റൈസേഷന്റെ കണക്ക്, കർഷക ആത്മഹത്യയുടെ കണക്ക്, കോർപ്പറേറ്റുകൾക്ക് എഴുതിത്തള്ളിയ ടാക്സിന്റെ കണക്ക്, സബ്സിഡി കുറച്ച്. മാൽ ന്യൂട്രീഷന്റെ കണക്ക് ആരുടെ പഠന റിപ്പോർട്ടാണ് അരുണേ? അരുൺ, മാൽ ന്യൂട്രീഷൻ കണക്ക് ഏത് ഏജൻസിയുടെ കണക്കാണ്? അരുൺ ഒന്ന് പറയൂ, ഏത് ഏജൻസിയുടെ കണക്കാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് മാൽ ന്യൂട്രീഷനിൽ? യുനിസെഫിന്റെ കണക്ക് തന്നെയാണ്. യുനിസെഫിന്റെ കണക്ക് പ്രകാരം 1/3 ഇന്ത്യക്കാരാണ്. എവിടെയാണ് യുനിസെഫിന്റെ കണക്കിലുള്ളത്? അപകടകരമാംവിധം സബ് സഹാറൻ രാജ്യങ്ങളുടെ സമാനമാണ് കണക്കുകൾ എന്നാണ്. അങ്ങയുടെ കയ്യിലുള്ള കണക്കൊന്ന് പറയൂ തിരിച്ച്. അല്ല, ഞാൻ തിരിച്ചു പറയാം. നീതി ആയോഗ് ഈ രാജ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് ദാരിദ്ര്യരേഖയുടെ ഓവർകമ്മിങ് കണക്ക്, നീതി ആയോഗിന്റെ മാത്രമല്ല UN-ന്റെ കണക്ക്, മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സിന്റെ കണക്ക്. ഇനി അരുണ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 2014 മുമ്പുള്ള ഇന്ത്യയിലും ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ മാൽ ന്യൂട്രീഷൻ കണക്കും ഈ ന്യൂട്രീഷൻ കണക്കും ഈ ഡെത്ത് റേറ്റും ഈ പോവർട്ടി ലൈനും ഒന്ന് അരുൺ താരതമ്യം ചെയ്യുമോ? അരുണ, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള 60 കൊല്ലം കഴിഞ്ഞു ഇന്ത്യ രാജ്യം, ഈ 2 മുന്നണിക്കാർ ഒരുമിച്ച് ഭരിച്ചിട്ട്. ഇനി കേരളത്തിലെ കണക്കറിയോ അരുണ്? ഞാൻ വീണ്ടും പറയാം. മാൽ ന്യൂട്രീഷൻസിൽ ഏത് ജില്ലയാണ് ഏറ്റവും മുമ്പിൽ? ഒന്ന് കണക്ക് പറയൂ നിങ്ങൾ. ഡാറ്റ എടുക്കാൻ സമയം തന്നാൽ ഞാൻ എടുത്തു പറയാം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രായോഗിക തലത്തിൽ കാണിക്കണം. വിലവർദ്ധനവിന്റെ കാര്യം ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം എന്റെ സുഹൃത്ത് നൽകിയോ? പെട്രോൾ, ഡീസൽ, കർണാടക വില, കേരളത്തിലെ വില, മണ്ണെണ്ണ, വൈദ്യുതി, കുടിവെള്ളം, ഭൂനികുതി, കെട്ടിട നികുതി. ഇവിടെ സാർ ധൂർത്തിന് പണം കിട്ടണം. ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ എങ്കിൽ പിടിച്ച് അദാനിയെ കുറിച്ച് പറയും. അദാനി ഒരു പാർട്ടി ആഫീസിലേ അരുണേ കയറിയിട്ടുള്ളൂ. BJP ആഫീസിൽ ഇന്നേ വരെ കയറി വന്നിട്ടില്ല. ഒറ്റ ആഫീസിൽ. ചിത്രം വേണോ? ഭാരതത്തിൽ പത്രങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരുടെ ഇതൊക്കെ നിങ്ങൾ വാദത്തിന് വേണ്ടി പറയാം. ഇതൊക്കെ പറയുമ്പോഴും ഈ ഉന്നയിച്ച വാദങ്ങളൊക്കെ മുനയൊടിയുകയല്ലേ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും? ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ ഉരകൽ എന്ന് പറയുന്നത് ജനാഭിപ്രായമല്ലേ? അവിടെയാണ് BJP പറയുന്നത് ഈ രാജ്യത്ത് Debate with Arun Kumar.